നമസ്കാരം. നമ്മൾ ഇന്ന് സ്പെർമാറ്റോജെനസിസിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസുകൾ ഏതൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പെർമാറ്റോജെനസിസിന് കാരണമായിട്ടുള്ള രണ്ട് ഹോർമോൺസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലൂട്ടനൈസിങ് ഹോർമോണും രണ്ടാമത്തെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസുകളും. ലൂട്ടനൈസിങ് ഹോർമോൺസുകളും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകളും ഇവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് GnRH, ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ. നമ്മളിത് പ്ലസ് 1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺസ് ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയും ഇത് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസുകളാണ്. ഒന്ന് LH അല്ലെങ്കിൽ ലൂട്ടനൈസിംഗ് ഹോർമോൺ, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ. ഇതിൽ LH ആക്ട് ചെയ്യുന്നത് ലേഡിക് സെൽസിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലേഡിക് സെൽസുകളുടെ ഫങ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസുകൾ എന്നാണ് അവരെ വിളിക്കുന്ന മറ്റൊരു പേര്. ഈ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജനെയാണ്. അപ്പോൾ മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേഡിക് സെൽസുകളാണ്, വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനസിസ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കാം. ഹൈപ്പോതലാമസിന്റെ റിലീസിംഗ് ഹോർമോൺ ആയിട്ടുള്ള GnRH ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ലൂട്ടനൈസിംഗ് ഹോർമോൺ which act on Leydig cells and produce male hormone androgen which helps in spermatogenesis. ഇനി അതേപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ലോബ് ഓഫ് പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് which act on Sertoli cells. നമ്മൾ എന്താണ് Sertoli സെൽസിന്റെ ഫങ്ഷൻസ് എന്ന് പഠിച്ചായിരുന്നു. which provide the nutrients to the sperms, അല്ലെ? അതുപോലെ തന്നെ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ പഠിച്ചായിരുന്നു സ്പെർമാറ്റിഡ്സുകള് സെർട്ടോളി സെൽസിൽ പ്രവേശിച്ച് ന്യൂട്രിയൻസ് സ്വീകരിച്ചുകൊണ്ടാണ് അല്ലെ അവര് സ്പേംസുകളായിട്ട് മാറുന്നത്, സ്പെർമാറ്റോ സോവ ആയി മാറുന്നത്. അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്ന് വിളിച്ചത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഹൈപ്പോതലാമസ് GnRHനെ റിലീസ് ചെയ്യുന്നു. GnRH ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി LHനെയും FSHനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. LH മീൻസ് ലൂട്ടനൈസിംഗ് ഹോർമോൺ ആൻഡ് FSH ഈസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LH acts on the Leydig cells and it produce male hormone androgen which helps in spermatogenesis. At the same time, the follicular stimulating hormone which acts on the Sertoli cells and helps in the process of spermiogenesis. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ്, ഏതൊക്കെ ഹോർമോൺസുകളാണെന്നുള്ളത്, അവയുടെ LH എന്നുള്ള ഭാഗത്ത് അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതെങ്ങനെയാണ്, ഏത് പ്രോസസ്സിനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് 2 മാർക്കിനായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കും.